QSVയിലെ മോഡ്യൂൾ 3 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റോഡ് എസ്റ്റിമേഷൻ ആണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ച ഒരു ചോദ്യമാണ്. പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് എർത്ത് വർക്ക് ഫോർ എ പോർഷൻ ഓഫ് റോഡ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. സോ ദിസ് ഈസ് ദി ഗിവൺ ഡാറ്റ. ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ടും തന്നിട്ടുണ്ട്. 0 ആംഗിൾ 114.5, ദെൻ 100 ആംഗിൾ 114.75, 200 115.25, ദെൻ അതുപോലെ 1200 വരെയുള്ള റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട് തന്നിട്ടുണ്ട് 119.5. അതാണ് ലാസ്റ്റ് തന്നിരിക്കുന്ന റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട്. ദെൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ. അത് തന്നിട്ടില്ല, ബട്ട് ഒരു ഡാറ്റയുണ്ട്. അതായത് 0യിൽ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് 115 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അപ്ഗ്രേഡ്, അതായത് അപ്വേർഡ് ഗ്രേഡിയൻറ്റ്, മേലോട്ട് മുകളിലേക്ക് പൊന്തിപ്പോകുന്ന ഗ്രേഡിയൻറ്റ്, അത് 1/200 ആണ്. സ്ലോപ്പ് അപ് ടു 600 മീറ്റർ, അതായത് 600 മീറ്റർ, ഈ മീറ്റർ വരെ 600 മീറ്റർ വരെ 1/200 ആണ് സ്ലോപ്പ്. പിന്നെ ഡൗൺവേർഡ് ഗ്രേഡ് അതിനുശേഷം, അതായത് 700, 800, 900 അപ് ടു 1200 വരെ ഡൗൺവേർഡ് ഗ്രേഡിയൻ്റ് ആണ്. അതിൻ്റെ സ്ലോപ്പ് 1/400 തന്നിട്ടുണ്ട്. ദെൻ ഫോർമേഷൻ വിഡ്ത്ത് ഓഫ് റോഡ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ദെൻ സൈഡ് സ്ലോപ്പ് 2:1 ആണ് ബാങ്കിങ്ങിന്. ദെൻ 14:1 ആണ് കട്ടിങ്ങിൽ. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്വേർഡ് ഹൈറ്റ് ഗ്രേഡിയൻറ്റും ഡൗൺവേർഡ് ഹൈറ്റ് ഗ്രേഡിയൻറ്റുമാണ്. അതായത് റേറ്റ്, എത്ര റേറ്റിലാണ് ഇത് ഹൈറ്റ് ഇൻക്രീസ് ആയി പോകുന്നത് എന്നത് കണ്ടുപിടിക്കണം. അതേപോലെ ഡിക്രീസ് ആയി പോകുന്നതും കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ഹൈറ്റ് ഗ്രേഡിയൻറ്റിൻ്റെ സ്ലോപ്പ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് ഇൻ മീറ്റർ, ഓരോ സ്റ്റേഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അപ്വേർഡ് ഹൈറ്റ് ഗ്രേഡിയൻറ്റും ഡൗൺവേർഡ് ഹൈറ്റ് ഗ്രേഡിയൻറ്റും കിട്ടും. ഇപ്പം ഡൗൺവേർഡ് ഹൈറ്റ് ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഡൗൺവേർഡ് ഹൈറ്റിൻ്റെ സ്ലോപ്പ്, അതായത് ഗ്രേഡിയൻറ്റിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ടാകും ക്വസ്റ്റ്യനിൽ. ആ സ്ലോപ്പ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റേഷൻ, ദാറ്റ് ഈസ് 1/400 ഇൻറ്റു 100. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്വസ്റ്റ്യനിൽ കാണാം 1/200 ആണ് ഫോർ അപ്വേർഡ്, ആൻഡ് ദ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണ്. സോ 1/200 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. അതാണ് അപ്വേർഡ് ഹൈറ്റ് ഗ്രേഡിയൻറ്റ്. അതായത് ഓരോ 100 മീറ്ററിൽ 0.5 വെച്ചിട്ട് നമ്മുടെ ഹൈറ്റ് ഇൻക്രീസ് ആയി കൂടി നിൽക്കും. നെക്സ്റ്റ് ഡൗൺവേർഡ് ഹൈറ്റ് ഗ്രേഡിയൻറ്റ് സെയിം വേ തന്നെ, ദാറ്റ് ഈസ് തന്നിരിക്കുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഗ്രേഡിയൻറ്റ് 1/400 ആണ്. സോ 1/400 ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25. സോ 0.25 ഓരോ 100 മീറ്ററിലും റെഡ്യൂസ് ചെയ്തോട് നിൽക്കും ഹൈറ്റ്. അതാണ് കോൺസെപ്റ്റ്. സോ നെക്സ്റ്റ് നമ്മളൊരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം. സോ ടേബിളിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ദെൻ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട്, ദെൻ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ, ദെൻ ഫോർമേഷൻ ഡെപ്ത്, ദെൻ മീൻ ഡെപ്ത്, ദെൻ BD, then ST square, then BD plus ST square, then banking and cutting. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യണം. 0, 100, 200, 300, 400, 500, അപ്പുറത്തുണ്ട് 700, 800, 900, 1000, 1100 and 1200. ഓക്കെ, അങ്ങനെ 0 to 1200 വരെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് അതിൻ്റെ കണക്കായിട്ടുള്ള റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 114.5 ആണ്. ദെൻ 100-ന് 114.75 ആണ്. ദെൻ 200-ന് 115.25, ദെൻ 300-ന് 115.2, 400-ന് 116.1, 500-ന് 116.85, അങ്ങനെ 1200 വരെയുള്ള റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട് എഴുതുക. ദെൻ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്വേർഡ് ഹൈറ്റ് ഗ്രേഡിയൻറ്റ് 0.5 ആണ്. അതായത് ഓരോ 100 മീറ്ററിലും 0.5 വെച്ചിട്ട് ഡെപ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ 600 മീറ്റർ വരെ 0.5 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യും. ആഫ്റ്റർ 600 അത് 0.75 വെച്ചിട്ട് 0.25 വെച്ചിട്ട് റെഡ്യൂസും ചെയ്യും.
സോ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് 115 ആണ് സീറോയിൽ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാ 115 അറ്റ് സീറോ അപ്വേർഡ് ഗ്രേഡിയൻറ്റ്. സോ നമ്മൾ സീറോ ഡിസ്റ്റൻസിൽ 115 ആണ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ. ദെൻ 0.5 വെച്ച് ഇൻക്രീസ് ചെയ്യുക അപ് ടു 600 വരെ. ദാറ്റ് ഈസ് 115.5, 116, 116.5, 600 ആകുമ്പോൾ തന്നെ 118 ആവും. ഓക്കെ, അതിന് ശേഷം റെഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 600 മീറ്ററിന് ശേഷം നമ്മുടെ ഹൈറ്റ് ഡൗൺവേർഡ് ഗ്രേഡിയൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതായത് 118 0.75 നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 0.25 വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യണം. സോ 118 0.25 വെച്ച് റെഡ്യൂസ് ചെയ്യുമ്പോൾ 117.75, 117.5, 117.25, 117, 116.75, അങ്ങനെ 116.5. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ടേബിളിൽ ചെയ്തു വെക്കേണ്ട കാര്യം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട്. ഇതാ ഈ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട്. ദെൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ ഇല്ല, അതായത് അപ് ടു 600 മീറ്റർ വരെ നമ്മൾ എന്ത് ചെയ്തു, 0.5 വെച്ച് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തു. ദെൻ 0.75 വെച്ച് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടുക. ഇത് വയലറ്റിൽ കാണുന്നതാണ് ഇത്. ഓക്കെ, വയലറ്റിൽ കാണുന്നത് നമ്മുടെ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ ആണ്. സോ നമുക്ക് ഇവിടെ കാണാം 116 വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ. അതിനുശേഷം മണ്ണ് നമ്മൾ എടുത്ത് കളയുകയാണ് വേണ്ടത്. നോക്കൂ, ഇവിടെ എക്സ്കവേഷൻ ചെയ്യുക, അതായത് കട്ടിങ്. 600 മുതൽ കട്ടിങ് ആണ് താഴോട്ടേക്ക്, 600 വരെ ബാങ്കിങ് ആണ്, അതായത് മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്യുക, ഇവിടുന്ന് മണ്ണ് കളയുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് ഡെപ്ത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓരോ സ്ഥലത്തിന് കണക്കായ ഡെപ്ത് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. സോ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫോർമേഷൻ ഡെപ്ത് ആണ്. ഫോർമേഷൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷനിൽ നിന്ന് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട് മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യും 0.5, ദെൻ 0.75, അതായത് 115.5 മൈനസ് 114.75, അങ്ങനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർമേഷൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അത് നമ്മൾ ഗ്രാഫിൽ നോക്കിയാൽ നോക്കും, അതായത് ഇതാണ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട്, ഇതാണ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ. ഈ ഡെപ്ത് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അത് തന്നെ സെയിം ആണ് നമ്മൾ ഈ ടേബിളിലും ചെയ്യുന്നത്. അതായത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഫോർമേഷൻ മൈനസ് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട്. 600 മീറ്ററിന് ശേഷം അത് മൈനസ് ആവും, ബിക്കോസ് അവിടെ നമ്മൾ എന്താണ്, കട്ടിങ് ആണ് ചെയ്യുന്നത്. നേരത്തെ ഗ്രാഫിൽ നമ്മൾ കണ്ടതാണ്. 600 മീറ്ററിന് ശേഷം ഇത് താഴോട്ടേക്കാണ് പോകുന്നത്. റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് മുകളിലോട്ടേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗം മണ്ണ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മീൻ ഡെപ്ത്. മീൻ ഡെപ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. മീൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. അതായത് ദിസ് 0.5 പ്ലസ് 0.75 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മീൻ ഡെപ്ത് കിട്ടും. അങ്ങനെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 0.75 പ്ലസ് 0.75 ബൈ 2, അങ്ങനെ മീൻ ഡെപ്ത് ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം 100 മുതൽ ആണ് മീൻ ഡെപ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബിക്കോസ് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഭാഗത്തെ ഏരിയ ഇപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കൂ, ഈ ഭാഗത്തെ. അപ്പോൾ മീൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇവിടുത്തെ ഡെപ്തിൻ്റെയും ഇവിടെയുള്ള ഡെപ്തിൻ്റെയും ഒരു ആവറേജ്. അതാണ് മീൻ ഡെപ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം 300ൻ്റെ ആണെങ്കിൽ 1.3 പ്ലസ് 0.75 ബൈ 2, സോ ഇറ്റ്സ് 1.025. അങ്ങനെ 1200 വരെയുള്ള മീൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് BD ആണ്.
സോ ബി ഡിയും എസ് ടി സ്ക്വയറുമാണ് നെക്സ്റ്റ് നമ്മളെ കോളത്തിലുള്ളത്. അത് പറഞ്ഞുതരാം എങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന്. മിനിറ്റ്. സോ നമ്മളെ റോഡ് എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാവുക. റോഡിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് ഒരു ഇങ്ങനെ ഒരു ട്രപ്പീസോയിഡൽ ഫോമിലാണ് ഉണ്ടാവുക. സോ ഇതാണ് നമ്മുടെ ഫോർമേഷൻ വിഡ്ത്ത്. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ റോഡിൻ്റെ ഭാഗം. സൈഡിൽ നമ്മൾ മണ്ണിട്ടിട്ട് പൊന്തിക്കുന്ന ഭാഗമാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റോഡിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ എപ്പോഴും ഉണ്ടാവുക. സോ ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് ഫോർമേഷൻ വിഡ്ത്താണ്. ദെൻ ഈ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മളിപ്പം കണ്ട ഫോർമേഷൻ ഡെപ്താണ്, അതിൻ്റെ മീൻ ഡെപ്ത്. സോ നമ്മൾ ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഏരിയാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും ബി ഇൻറ്റു ഡി ആയിരിക്കും. അതായത് ഈ ഫോർമേഷൻ വിട്ട് ബി ആണെങ്കിൽ ഓക്കെ, ബി ഇൻറ്റു ഡി. ആ ബി ഇൻറ്റു ഡി ആണ് ഇവിടെ തന്നിരിക്കുന്നത്, ബി ഇൻറ്റു ഡി. നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ടത് എസ് ടി സ്ക്വയർ ആണ്. എസ് ടി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കിപ്പം ഈ സ്ലോപ്പ് തന്നിട്ടുണ്ട്. ഈ സ്ലോപ്പ് നമുക്കിവിടെ എസ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ സ്ലോപ്പും നമുക്ക് തന്നിട്ടുണ്ട്. അത് കട്ടിങ്ങിൽ വേറെ സ്ലോപ്പായിരിക്കും, ബാങ്കിങ്ങിൽ വേറെ സ്ലോപ്പായിരിക്കും. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ ട്രയാങ്കിൾ, ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന ഈ ട്രയാങ്കിളും ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും, അതായത് ഈ ട്രയാങ്കിളിൻ്റെയും രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന ഇക്വേഷനാണ് എസ് ടി സ്ക്വയർ. അത് ഡിറൈവ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഡിറൈവ് ചെയ്തിട്ടാണ് ഈ ഇക്വേഷനിലേക്ക് എത്തുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതായത് സ്ലോപ്പ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് എസ് ടി സ്ക്വയർ. വേർ എസ് എന്ന് പറയുന്നത് സ്ലോപ്പാണ്. എസ് ഈസ് ദി സ്ലോപ്പ് ആൻഡ് ടി സ്ക്വയർ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് ഡെപ്ത് ആണ്, ഡെപ്ത് ഓഫ് ഫോർമേഷൻ. ഓക്കെ, ഡെപ്ത് ഓഫ് ഫോർമേഷൻ ആണ് ഡി. എസ് എന്ന് പറയുന്നത് സ്ലോപ്പാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. സോ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബി ഡി ആണ്. ബി എന്ന് പറയുന്നത് ഫോർമേഷൻ വിഡ്ത്താണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 10 മീറ്റർ ആണ്. സോ ഫോർമേഷൻ വിഡ്ത്ത് 10 ആണ്. ബി എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത് മീൻ ഡെപ്ത്, ദാറ്റ് ഈസ് 10 into 0.625, ദാറ്റ് ഈസ് 6.25. ദെൻ 10 into 0.75, ദാറ്റ് ഈസ് 7.5. അങ്ങനെ 1200 വരെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എസ് ഡി സ്ക്വയർ ആണ്. എസ് ടി സ്ക്വയർ എന്ന് പറയുന്നത് ആ രണ്ട് ട്രയാങ്കിൾ പോർഷൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ്. എസ് എന്ന് പറയുന്നത് സ്ലോപ്പാണ്, ഡി എന്ന് പറയുന്നത് ഡെപ്ത് ആണ്. നമുക്ക് 600 വരെ എന്താണ് ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിൻ്റെ സ്ലോപ്പ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2:1 ആണ്, ദാറ്റ് ഈസ് 2/1. ബാങ്കിങ്ങിന് ശേഷം കട്ടിങ് എടുക്കുമ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് 14:1 ആണ്. സോ നമ്മൾ 600 വരെ എസിൻ്റെ അടുക്ക് എന്ത് കൊടുക്കുക, 2 കൊടുക്കുക. ദെൻ ഡി എന്ന് പറയുന്നത് ഇതാണ് 0.625, ദാറ്റ് ഈസ് 2 into 0.625 സ്ക്വയർ, ദാറ്റ് ഈസ് 0.781. അതുപോലെ തന്നെ ഇതും 2 into 0.75 സ്ക്വയർ, ദാറ്റ് ഈസ് 1.125. അങ്ങനെ 600 വരെ നിങ്ങൾ അതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് 600-ന് ശേഷം 700 മുതൽ, അതായത് എസ് എന്ന് പറയുന്നത് 14 ആയിരിക്കും. ബിക്കോസ് ക്വസ്റ്റ്യനിൽ സ്ലോപ്പ് 14 ആണ് ഫോർ കട്ടിങ്. സോ 14 into this 0.25 സ്ക്വയർ, ദാറ്റ് ഈസ് 0.875. ഇതേ സെയിം 14-ൽ, അതായത് സ്ലോപ്പ് 14 വെച്ചിട്ട് 1200 വരെ എസ് ടി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ബി ഡി പ്ലസ് എസ് ടി സ്ക്വയർ, ദാറ്റ് ഈസ് ഈ ബി ഡിയും ഈ എസ് ടി സ്ക്വയറും പ്ലസ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ബാങ്കിങ്ങും കട്ടിങ്ങുമാണ്. സോ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് ബാങ്കിങ് ആൻഡ് കട്ടിംഗ് ആണ്. അത് നമ്മൾ വോളിയത്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്
ഏരിയയിലാണ്. സോ ഇനി നമ്മൾ ഇതിനെ വോളിയത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഏരിയ നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, വോളിയത്തിൽ ഉത്തരം കിട്ടും. സോ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 മുതൽ 100 വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 100 ആണ്. സോ 100 ഇൻറ്റു 7.031 ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും. സോ ഇറ്റ്സ് 703.1. അത് 0 മുതൽ 100 വരെയുള്ള ബാങ്കിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് 100 മുതൽ 200 വരെയുള്ള ബാങ്കിങ്ങിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 8.625 ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 100. സോ ഇറ്റ്സ് 862.5. അങ്ങനെ 600 വരെയുള്ള ബാങ്കിങ്ങിൻ്റെ ക്വാണ്ടിറ്റി, അതായത് 3.461 ഇൻറ്റു 500 മുതൽ 600 വരെയുള്ള ഡിസ്റ്റൻസ് 100, ദാറ്റ് ഈസ് 346.1. സോ 600 വരെ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിങ്ങിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ 700 മുതൽ 1200 വരെ കട്ടിംഗ് ആണ് നമുക്കറിയാം. സോ അത് കട്ടിങ്ങിൻ്റെ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുക. സെയിം പ്രൊസീജിയറാണ്, ദാറ്റ് ഈസ് 3.375. ദെൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 മുതൽ 700 എന്ന് പറയുമ്പോൾ 100. So 3.375 into 100, that is 337.5. So next 1200, next അല്ല, അങ്ങനെ 1200 വരെ കട്ടിങ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്, ബാങ്കിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും ടോട്ടൽ. സോ ബാങ്കിങ്ങിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഈ 600 വരെയുള്ള ബാങ്കിങ്ങിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റീസും പ്ലസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് 4176. നെക്സ്റ്റ് കട്ടിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ 700 മുതൽ കട്ടിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെ ക്വാണ്ടിറ്റി പ്ലസ് ചെയ്യുക, ദാറ്റ് ഈസ് 13905.5. സോ ഇതാണ് റോഡ് എസ്റ്റിമേഷൻ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം.